സുലൈമാൻ്റെ പ്രായം ഈ പേര് സാങ്കല്പികമാണ്. 35 വയസ്സ്. വിവാഹം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. വീട്ടുകാരെത്ര നിർബന്ധിച്ചിട്ടും വിവാഹത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഒരു ബന്ധു അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെത്തിയത്. വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. അദ്ദേഹത്തിന് അതിനു മുമ്പുള്ള 5-8 വർഷങ്ങളായിട്ട് ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരുടെ തന്നെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ചെല്ലുന്നൊന്നും മറ്റാരും ശ്രദ്ധിക്കില്ല. ശ്രദ്ധിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. അവരുമായിട്ട് കുറേ വർഷത്തെ ബന്ധങ്ങളായിരുന്നു. ആ ബന്ധം ഏറെ തൃപ്തികരമായിട്ടാണ് ആദ്യകാലങ്ങളിൽ നടന്നു പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ശുക്ലവിസർജനം സംഭവിച്ചു. പെനീസ് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ശുക്ലവിസർജനം സംഭവിച്ചു. അന്ന് അദ്ദേഹം അല്പം ടെൻഷനിലായിരുന്നു. അതായിരുന്നു കാരണം. അപ്പോൾ പങ്കാളി ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് പോയി കളഞ്ഞോ? ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരു വെള്ളിടി വെട്ടുന്നത് പോലെ തോന്നി. ഇടി വെട്ടുന്ന അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് അനുഭവപ്പെട്ടത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണല്ലോ അവൾ പറഞ്ഞത്. അവൾക്ക് എന്നോടുള്ള താല്പര്യം ഇല്ലാതായി കാണും. അങ്ങനെ അദ്ദേഹം വിഷമിച്ചു. അടുത്ത ദിവസം വീണ്ടും വന്നപ്പോൾ ഇതേ ഉത്കണ്ഠയായിരുന്നു മനസ്സിൽ നിറഞ്ഞിരുന്നത്. എനിക്ക് പറ്റുമോ? അവൾ എന്തെങ്കിലും പറയുമോ? വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുമോ? അവൾക്ക് എന്നോടുള്ള സ്നേഹം കുറയുമോ? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തയും ഉത്കണ്ഠാകുലമായ നിമിഷങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നത്. അടുത്ത ദിവസവും ബന്ധം പരാജയപ്പെട്ടു. ഉദ്ധാരണം പോലും ലഭിക്കാത്ത അവസ്ഥയായി. അങ്ങനെ അദ്ദേഹം മരുന്നുകളെ ആശ്രയിക്കാൻ തുടങ്ങി. വയാഗ്ര പോലുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കഴിക്കും. എങ്കിലും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും. അതിനും ചില മരുന്നുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദീർഘകാലത്തെ ഉപയോഗങ്ങൾ. പിന്നീട് അതും ഫലിക്കാത്ത അവസ്ഥ വന്നു. അവസാനം ബന്ധുക്കളാരോ ഈ ബന്ധത്തെപ്പറ്റി മണത്തറിഞ്ഞപ്പോഴാണ് ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. കുറച്ചു കാലത്തിന് ശേഷം വീട്ടുകാരൊക്കെ കല്യാണത്തെപ്പറ്റി നിർബന്ധിച്ചെങ്കിലും ഈ അനുഭവങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം കല്യാണം കഴിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഇവിടെ വന്നത്. വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കി. അപ്പോൾ മനസ്സിലായി ഇദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, കല്യാണം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം സുലൈമാൻ കല്യാണം കഴിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോയി. ഭാര്യ ഗർഭിണിയായി. വളരെ സംതൃപ്തികരമായ ദാമ്പത്യം. ഭാര്യ ഗർഭിണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു. ഭാര്യ ഇപ്പോൾ 6 മാസം ഗർഭിണിയായി. ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഡോക്ടറും ആശുപത്രിയിലെ മറ്റു ഡോക്ടേഴ്സും തന്ന ആത്മവിശ്വാസമാണ് എന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തിച്ചത്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ അനുഭവം കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നി ആ അനുഭവം നിങ്ങളോടും കൂടി പങ്കുവയ്ക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് പെടുമ്പോഴുണ്ടാകുന്ന ഉത്കണ്ഠ ആണ് പ്രശ്നം. ശാരീരികമായ പ്രശ്നങ്ങളാവണം എന്ന് നിർബന്ധമില്ല അതിന് പിന്നിൽ. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അത് വെച്ച് ഭയപ്പെട്ട് സ്വന്തമായി ചികിത്സിക്കാതെ ഒരു എക്സ്പെർട്ടിനെ കണ്ട് ചികിത്സ തേടുന്നതാണ് ഉത്തമം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.